മലപ്പുറത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കരുതെന്നൊരു അലിഖിത നിയമം കേരളത്തിലുണ്ടല്ലോ. പക്ഷെ അത് ഇപ്പോൾ തെറ്റിക്കേണ്ടി വരും. ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വാർത്ത, UP ഭീകരവിരുദ്ധ സ്ക്വാഡ് മലപ്പുറത്തെത്തി മുജാഹിദീൻ ആർമിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിൽ നിന്നും ഭീകരവിരുദ്ധ സ്ക്വാഡ് മലപ്പുറത്തെത്തി ഭീകരവാദിയെ പിടികൂടിയിരിക്കുന്നു. സാറപ്പോ മലപ്പുറത്തെക്കുറിച്ച് ഒഴിവാക്കുമോ സംസാരിക്കുമോ? മലപ്പുറം എന്താ ചോദിച്ചാൽ ഞാൻ ഒഴിവാക്കുമോ? അല്ല, ഞാൻ പറയും. എനിക്ക് പേടിയൊന്നുമില്ല. മലപ്പുറത്തെക്കുറിച്ച് പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല. മലപ്പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അത് പലർക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായി മലപ്പുറത്തു നിന്നുള്ള മുസ്ലിങ്ങൾ തന്നെ ധാരാളമായിട്ടുണ്ട്. കാരണം അവർക്കും ഭീഷണിയാണ് ഇത് വന്ന് കയറിയിരിക്കുക. ഹമാസിനെ പോലെ ഖത്തർ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ള ഖത്തറിൽ വന്ന് താമസിക്കുന്നു. പക്ഷേ അവർക്ക് വലിയ തലവേദനയാണ്. അതുകൊണ്ട് ഈ ഹമാസ് പോയി കിട്ടുന്ന ഏറ്റവും ആശ്വസിക്കുന്ന രാജ്യം വാസ്തവത്തിൽ അറേബ്യൻ രാജ്യങ്ങളിൽ ഖത്തർ, അവർക്കും കൂടെ തലവേദനയാണ്. അതുമൂലമല്ലേ അവരുടെ നേരെ ഒരു മിസൈൽ വരാനിടയായത്. സമാധാനത്തെ രീതിക്കുന്ന അവിടുത്തെ കിരീടാവകാശിക്ക് സംഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ? അവിടെ കയറിയത് താമസിക്കുക, എന്നിട്ട് നമുക്ക് ഭീഷണിയാവും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ ഒരു മൂർഖം പാമ്പ് അതിനെ അന്വേഷിച്ച് വരും. ഇവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഒന്ന് ഓർക്കേണ്ട കാര്യം, മലപ്പുറമായാലും ഇന്ത്യയിലെ ഏത് ജില്ലയായാലും നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു രാജ്യം വേണമെന്ന് പറഞ്ഞു തന്നു. നിങ്ങളുടെ നയങ്ങളും നിങ്ങളുടെ ദൈവരാജ്യവും നിങ്ങളുടെ ശരീഅത്ത് നിയമങ്ങളും അവിടെ അങ്ങ് നടപ്പാക്കിക്കോ. നിങ്ങളുടെ സുന്നത്ത് കർമ്മങ്ങളും എല്ലാം നടപ്പാക്കാൻ അവിടെ സൗകര്യം കിട്ടല്ലോ. അതങ്ങ് ചെയ്തു. അവിടെ എന്തിനാ ഈ പാവപ്പെട്ട ബഹുസ്വര സമൂഹം താമസിക്കുന്നതിനിടയിൽ വന്നിട്ട് നിങ്ങളുടെ നിയമങ്ങൾ മാത്രം നടപ്പാക്കാൻ വേണ്ടി വരും? ഇവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിപ്പിക്കാൻ വേണ്ടി വരും. ഇവിടുത്തെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി. ഞങ്ങൾ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നു. അന്തസ്സായിട്ട് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു രാജ്യത്ത് ഒളിച്ചിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു ആദർശവും നടപ്പാക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. തെളിവുകളില്ലാതെ ഒരിക്കലും ഈ മലപ്പുറത്ത് നിന്ന് ഈ പ്രതിയെ പിടികൂടില്ലല്ലോ. അതിങ്ങനെയാണ് സർക്കാരിനെ അട്ടിമറിക്കാനും ശരീഅത്ത് നിയമം നടപ്പിലാക്കാനും പദ്ധതി ഇട്ടെന്നാരോപിച്ച് മുജാഹിദീൻ ആർമിയുടെ മുഖ്യ സൂത്രധാരനെയാണ് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് കേരളത്തിൽ നിന്ന് പിടികൂടിയത്. മുജാഹിദീൻ ആർമിയുടെ മുഖ്യ സൂത്രധാരനും ഗ്രൂപ്പ് നേതാവുമായ മുഹമ്മദ് റാസ എന്നയാളെയാണ് മലപ്പുറത്തു നിന്നും പിടികൂടിയത്. അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും അങ്ങ് എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നും വരുന്നവർക്ക് കേരളത്തിൽ പ്രത്യേക സംരക്ഷണമാണ്, പ്രിവിലേജസ് ഉണ്ടാവും, പ്രത്യേകത. അതുപോലെ ഇദ്ദേഹത്തെ മാത്രമല്ല, അക്മൽ റാസ എന്നൊരാളെ പിടിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് ഗവൺമെൻറ്. സഫീൽ സൽമാന എന്ന് പറഞ്ഞ ഒരാളിനെ പിടിച്ചിട്ടുണ്ട്. അതുകൂടാതെ മുഹമ്മദ് അൽ തൗഫീഖ്, ഈ 3 പേരെ നേരത്തെ പിടിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിൽ. അപ്പോൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിവരം അറിഞ്ഞിട്ടാണ് അവർ കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ കേരളത്തിന് പക്ഷേ അറിഞ്ഞുകൊണ്ടില്ല. അല്ല സാർ, അതോടൊപ്പം തന്നെ ഇതുകൊണ്ട് കേരളത്തിൽ താമസിച്ചാണ് ഇയാൾ ഭീകര സംഘടനയെ നയിച്ചിരുന്നത്. അപ്പോൾ കേരളം അത്രയ്ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണോ? അനുകൂല അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പോലീസിലൊരു പച്ച വെളിച്ചമുണ്ട്. ആ പച്ച വെളിച്ചത്തിന് ഇത് അറിയാതിരിക്കും. അവരറിയുമെങ്കിലും മിണ്ടാതിരിക്കും. അവിടെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ആഭ്യന്തര വകുപ്പ് ദുർബലമാവുന്നത്. ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇയാളെ സംരക്ഷിക്കുന്നത്. അങ്ങനെ ഒരു തലവേദനയ്ക്ക് അവർ പോവില്ല. അവർ ഗൂഢാലോചന നടത്തിയൊന്നുമല്ല. പക്ഷേ പോലീസിൽ തന്നെ ഒരു പച്ച വെളിച്ചമുണ്ട്. RSS അല്ല ഉള്ളത്. ഒരു ദേശവിരുദ്ധ സ്വഭാവമുള്ള പച്ച വെളിച്ചക്കാർ കുറേ പേരുണ്ട്. അവർ സംഘടിതമാണ്. അത് പച്ചയായ ഒരു സത്യമാണ്, ഒരു സംശയമില്ലാത്ത സത്യമാണ്. ഇതിനെതിരെ പറയാൻ ഇസ്ലാം സമുദായത്തിൽ നിന്ന് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആ മതത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം. അത് സമ്മതിക്കണം, അതിനെ എതിർക്കണം. അതാണ് ചെയ്തത്. പലസ്തീനിൽ മഹ്മൂദ് അബ്ബാസ് ചെയ്തതുപോലെയെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഹമാസിനോട് പറഞ്ഞു, നിങ്ങൾ ആയുധം താഴെ വെക്കണം, ആയുധം താഴെ വെച്ച് കീഴടങ്ങണം. ഇനി വരാൻ പോകുന്ന പാലസ്തീനിൽ ഇതുപോലെയുള്ള യുദ്ധങ്ങൾക്കും ഭീകരവാദത്തിനും ഒരു സ്ഥാനവും ഉണ്ടാവില്ലെന്ന്. മഹ്മൂദ് അബ്ബാസ് ഇസ്ലാമിൻ്റെ നേതാവാണ്. അദ്ദേഹം ഇസ്ലാമാണ്, 5 നേരം നിസ്കരിക്കുന്ന ഇസ്ലാമാണ്. അത് പറയാനുള്ള തൻ്റെ ഇടം ആദ്യം കാണിക്കേണ്ടത് ഇസ്ലാമിക സമൂഹത്തിലെ മതപണ്ഡിതന്മാരാണ്. ചിലരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ശബ്ദം ദുർബലമാണ്, പുറത്തോട്ട് വരുന്നില്ല. ചിലർ പറയുന്നുണ്ട് ധൈര്യമായിട്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മറ്റൊരു മതത്തിൽ നിന്നുള്ള ആൾ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ, ഞാൻ ആ മതത്തിൽ പെടാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് വർഗീയതയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. ഒരിക്കലുമല്ല. മുസ്ലിം മതത്തെ, ഇസ്ലാം മതത്തെ, മുസ്ലിം
ന്യൂനപക്ഷത്തെ കളങ്കപ്പെടുത്തുന്ന ഇത്തരം കള്ളന്മാരെ തോളിലിരുന്നുകൊണ്ട് ചെവി കടിക്കുന്ന ഇത്തരം ദുഷ്ടന്മാർ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലിരിക്കുക അതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ ജനാധിപത്യം ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ തണലിലിരുന്നു കൊണ്ട്, അതായത് തണലെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചെവി കടിച്ചു പറിക്കുക, അതൊരു തരം ചെറ്റത്തരം തന്നെ. അത് ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പേടിയില്ല അത് പറയാം. ചെറ്റത്തരം എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ ചെയ്തു. പാകിസ്ഥാനിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഫണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇത് ഞാൻ പറയുന്ന തെളിവല്ല, ATS കണ്ടുപിടിച്ച തെളിവുകളാണ്, അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ തെളിവുകളാണ്. ആ ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ ഭീകരന്മാരെ സഹായിച്ചു. ഇന്ത്യയുടെ സഹോദരങ്ങളെ, ഇന്ത്യയിൽ ജീവിക്കുന്ന സ്വന്തം സഹോദരങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചു. ഈ കശ്മലൻ, ഈ ദുഷ്ടൻ, ഈ വൃത്തികെട്ടവൻ, ഈ ഭീരു, അവനെ നമ്മൾ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുഭിക്ഷമായിട്ട് മലപ്പുറത്ത്. അവനെ വെച്ച് നല്ല ബിരിയാണി ഒക്കെ നല്ല ബിരിയാണി കിട്ടും. പക്ഷെ തന്നെയല്ല, ഇദ്ദേഹം അവിടെ താമസിക്കുക ഇവനാണെന്ന് അറിയാവുന്നവരുണ്ടായിരിക്കാം, ഇവന് കഞ്ഞി വെച്ച് കൊടുത്തവരുണ്ടായിരിക്കാം, ബിരിയാണി വെച്ച് കൊടുത്തവരുണ്ടായിരിക്കാം. ഇല്ല, പക്ഷേ അത് വളരെ ന്യൂനപക്ഷം മാത്രമാണ്. ഭൂരിപക്ഷം ആളുകളും ചിലപ്പോൾ കുറേ പേര് നിസ്സംഗരായിട്ടിരിക്കാം. നമുക്ക് ബിരിയാണി വെച്ച് കൊടുത്തവർക്കല്ലേ ഇനി ഉത്തർപ്രദേശിൽ പോയി ചപ്പാത്തി കഴിക്കാം. അതെ, ബിരിയാണി വെച്ച് ജയിലിലെ ചപ്പാത്തി കഴിക്കാം. അവിടെ പിന്നെ കോഴിക്കറി കിട്ടില്ല കേട്ടോ, വെജിറ്റേറിയൻ കറിയാണ്. അപ്പം നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ കോഴിക്കറി കേരളത്തിലുള്ളൂ. അതെ, നിങ്ങൾ ഒരു രാജ്യം വെട്ടിമുറിച്ചുകൊണ്ട് അങ്ങ് പോയതാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടും, എല്ലാ സൗകര്യങ്ങളും കിട്ടും. ഇങ്ങനെയുള്ള ആൾക്കാരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിനെയും പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വരും. അങ്ങനെയല്ല, മുസ്ലിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവാൻ വേണ്ടി പറയുകയാണ്. ചോരപ്പുഴകൾ ഇനി ഒഴുകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനന്മാരും സിഖുകാരും എല്ലാം നമുക്ക് വേണം, ഇവിടെ തന്നെ വേണം. പക്ഷേ ഇതുപോലെയുള്ള ട്രോജൻ കുതിരകൾ അത് പാടില്ല, അത് നമുക്ക് വേണ്ട. ഐക്യത്തിൽ, സ്നേഹത്തിൽ, പാരസ്പര്യത്തിൽ, സത്യത്തിൽ, പരസ്പര ബഹുമാനത്തിൽ ജീവിക്കാം. ഈ അകത്തിരുന്നു കൊണ്ടുള്ള ഇമാതിരിയുള്ള തുരപ്പം പണി അത് വേണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. അതിനവസരം കൊടുക്കരുത്, അതിന് അയൽക്കാരും സമ്മതിക്കരുത്. ഇതറിയുന്നവർ പോലീസിൽ വിവരമറിയിക്കണം. അങ്ങനെ പോലീസിൽ അതോടൊപ്പം തന്നെ സാർ ഇതിൽ പറയുന്നുണ്ട് റിക്രൂട്ട്മെന്റ്, ആളുകളെ സമാന ചിന്താഗതിക്കാരായ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്തതായും ATS പറയുന്നുണ്ട്. നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ് കണ്ണൂരിലെയും കാസർഗോഡെയും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അവരിപ്പോഴും അവിടെ ജയിലിലാണ്. അപ്പോൾ ഇതിനൊരു അവസാനമില്ല, ഇത് തുടരുകയാണോ? അല്ല, ഇത് പറഞ്ഞ സമൂഹത്തിൽ അതാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആളുകളെ പറഞ്ഞ് മനസ്സ് മാറ്റി തിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. തലയ്ക്കകത്ത് വിവരമില്ലാത്ത ആൾക്കാരെ തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇതല്ലേ ചെറുപ്രായത്തിൽ പലരെയും ഫേസ്ബുക്ക് വഴി അടിച്ചുകൊണ്ട് പോകുന്നു. 4-5 കല്യാണം കഴിച്ച ആൾക്കാർ അവരുടെ പുറകെ പെണ്ണുങ്ങൾ പോവുക, മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇത് തിരിക്കാൻ വളരെ എളുപ്പം. അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അതിലങ്ങ് വീഴുക. തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ദീപം കണ്ടിട്ട് അതിൻ്റെ നേരെ പറക്കുന്ന വണ്ടിനെ പോലെ, അല്ലെങ്കിൽ പാറ്റയെ പോലെ, മൂത്തിനെ പോലെ, നിശാശലഭത്തിനെ പോലെ ഇവരങ്ങ് ചെന്ന് വീണ് പതിച്ച് നശിച്ചു പോവുക. അതാണ് ഈ ദുഷ്ടന്മാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പം. അങ്ങനെ പല ആത്മാഹുതികളും ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസിൻ്റെ മിടുക്കുകൊണ്ട് മലപ്പുറത്ത് സാധിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പേരെ മനം തിരിച്ച് അവൻ നൊമ്പര കടലിലേക്ക്, സങ്കടക്കടലിലേക്ക് ഇട്ടേനെ. അത് സംഭവിക്കാതിരുന്ന ATS-ൻ്റെ ശക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് പ്രവർത്തനം കൊണ്ടാണ്, ഉത്തർപ്രദേശ് പോലീസിൻ്റെ മിടുക്കുകൊണ്ടാണ്, കേരള പോലീസിൻ്റെ മിടുക്കുകൊണ്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കേരളത്തിലെ പോലീസ് മുഴുവനായിട്ട് ഇതിനെ പിന്തുണച്ചൊരു നിലപാടെടുത്തു എന്നെനിക്ക് അഭിപ്രായമില്ല. പോലീസിലെ പച്ച വെളിച്ചം, പോലീസിലെ പീഡകരുണ്ടല്ലോ, ക്രിമിനലുകളെ പുറത്താക്കിയതുപോലെ പച്ച വെളിച്ചത്തിൻ്റെ ആൾക്കാരെയും പുറത്താക്കണം. ഇതുപോലെ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെയാണല്ലോ. ശ്രീനിവാസൻ രാമകൃഷ്ണൻ, ശിവരാമകൃഷ്ണൻ, അങ്ങനെ ഒരാളിനെ ആലപ്പുഴയിൽ RSSകാർ അവൻ്റെ മൂവ്മെൻറ്റ് മുഴുവൻ പറഞ്ഞു കൊടുത്ത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് പച്ച വെളിച്ചത്തിൻ്റെ വെളിച്ചം ടോർച്ചടിച്ചു കൊടുത്ത് അവനെ കൊല്ലിപ്പിച്ചത്. പോലീസിലിരുന്ന് ശമ്പളം വാങ്ങിച്ചുകൊണ്ട്, ഈ രാജ്യത്തിൻ്റെ ഞങ്ങളൊക്കെ കൊടുക്കുന്ന നികുതി പണം വാങ്ങിച്ചുകൊണ്ട് അല്ലെ പരിപാടി. ഈ ATS-നെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇയാളെ പിടിക്കാൻ കഴിയില്ലായിരുന്നു അല്ലേ? പച്ച വെളിച്ചമാണ് അദ്ദേഹത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ സംശയം. പക്ഷേ ആ പച്ച വെളിച്ചത്തിനെതിരെ UP-യിൽ നിന്നുള്ള കാവി വെളിച്ചം അടിച്ചു.
അടിച്ചു, തെളിഞ്ഞു, പിടിച്ചു, കൊണ്ടുപോയി. ശേഷം ചിന്ത്യം. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ആ കഴിവ് കാണിക്കുന്നത്, പോലീസിൻ്റെ കഴിവ്, വീര്യം. അല്ല കാഷായവസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന നാരായണ ജയിക്കുകയല്ല ചെയ്യുന്നത്, ധർമ്മരക്ഷ ചെയ്യുകയാണ്, രാജധർമ്മം ചെയ്യുകയാണ്. അല്ല, കേരള പോലീസ് ഇതെല്ലാം തിരിച്ചറിയാത്തത് എന്തുകൊണ്ടായിരിക്കും സാർ? അത് പച്ച വെളിച്ചത്തിന്റെ സ്വാധീനമാണോ അതോ നമ്മുടെ ചുവപ്പ് വെളിച്ചത്തിന്റെ കഴിവ് കേടാണോ? നമ്മുടെ പോലീസ് നയത്തിൻ്റെ ഒരു ഭാഗമാണ് ആഭ്യന്തര നയം. ചുവപ്പ് വെളിച്ചം. അതെ, മലപ്പുറത്തെ ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളതാണ്. മലപ്പുറത്ത് ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളതാണ് അവരുടെ നടപടി. അന്യായമായിട്ടുള്ളത് ചെയ്താൽ വേണ്ട. ചിലപ്പോൾ അത് വർഗീയ ലഹളയായിട്ട് വരുമെന്നുള്ള പേടിയായിരിക്കാം. പേടി വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു മൻമോഹൻ സിംഗിനെ പോലെ നമ്മുടെ മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞിട്ട് പേടിച്ചിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കാണില്ല. അവന്മാർ മുഴുവനും കൂടെ എടുത്ത് കോഴിക്കോട് തകർക്കുന്ന പോലെ തകർത്ത് കൊണ്ടുപോയി. തൻ്റെ ഇടത്തോടെയും ചാങ്കോടിത്തോടെയും അവിടെ നിന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഹമാസിന് മേൽ കാളിയൻ്റെ ആ തലകൾക്ക് മുകളിൽ ശ്രീകൃഷ്ണൻ നൃത്തമാടിയതുപോലെ നൃത്തമാടാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയുന്നത്. സമാധാനപ്രേമികളായ പാലസ്തീൻകാരുടെ ജീവിതം സംരക്ഷിക്കാൻ കഴിയുന്നത് അത് പ്രധാനമാണ്. അല്ലെങ്കിൽ അവരും കൂടെ തീർന്നു പോവില്ലേ? അല്ലേ? വലിയൊരു അറ്റാക്കിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടും, മുഴുവൻ പേരെയും കൊല്ലും സമാധാനപ്രേമികൾ. അതുപോലെയാണ് ഇതുപോലുള്ള സർപ്പങ്ങൾ, വിഷസർപ്പങ്ങൾ, വിഷമില്ലാത്ത സർപ്പങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുമ്പോൾ വിഷമില്ലാത്ത സർപ്പങ്ങളും കൂടി കൊല്ലപ്പെടും. അതാണ് മലപ്പുറംകാർ ഇതിന് അഭയം കൊടുത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്. ഇവന്മാരെയൊക്കെ അപ്പം തന്നെ തിരിച്ചറിഞ്ഞ് പുറത്തു വിടണം. കാരണം പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ് മലപ്പുറത്ത്. ക്രമേണ സത്യസന്ധമായിട്ടുള്ള ആൾക്കാരാണ്, സത്യം പറയുന്ന ആൾക്കാരാണ്. ഇങ്ങനൊരു വിഷം അവിടെ കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ, ഇവൻ വന്ന ആൾക്കാരെ തിരിക്കുന്നെന്ന് അറിഞ്ഞാൽ ഇടപെടേണ്ടത് മലപ്പുറത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്. അതാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.